ദൈവ കടാക്ഷമില്ലാതെ കണ്ട് നിനക്ക് ഒരു മേഖലയിലും ഫ്ലറിഷ് ചെയ്യാൻ പറ്റില്ല, ഒരു മേഖലയിലും വിജയിക്കാൻ പറ്റില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസ് നടക്കുന്നത് ദൈവമക്കളുടെ ഇടയിലാണെന്ന് ഓർത്തോണം. വിദ്യാഭ്യാസത്തിന് വല്ല കുറവുണ്ടോ? എല്ലാവരും ഭയങ്കര ഉന്നത വിദ്യാഭ്യാസമാണ്, പക്ഷെ വിവരക്കേടെ വരുള്ളൂ ജീവിതത്തിൽ. എങ്ങനെ ഭർത്താവിൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കണമെന്ന് ആ ഒരു പരിജ്ഞാനമില്ല. അത് കൊടുക്കേണ്ടത് ആരാ? അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരി, നിന്റെ മകളെ കെട്ടിക്കുമ്പോൾ 1 വർഷം അവളെ വീട്ടിൽ നിർത്തിയിട്ട് വേണം കെട്ടിക്കാൻ. അടുക്കളയിൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം. മനസ്സിലായേ? ഇപ്പോഴത്തെ മക്കളാണെങ്കിൽ അവർ പണ്ടൊക്കെ കുട്ടികളൊക്കെ അവർ മുകളിലോട്ട് നോക്കിക്കണ്ടേ, ഇപ്പോഴെല്ലാം കുമ്പിട്ടിരിക്കുന്ന തലമുറകളാണ്. എന്നിട്ട് ഈ അലമാരടത്തിട്ട് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും ഇതിൻ്റെ അകത്താണ്. അമ്മ അടുക്കള ജോലിക്ക് വിളിക്കുമ്പോൾ മമ്മി എനിക്ക് വർക്കുണ്ട്, ഡിജിറ്റൽ വർക്കുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്. എൻ്റെ പൊന്നു സഹോദരി, നിൻ്റെ മകൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവളെ അടുക്കളയിൽ കയറ്റണം. കയറ്റിയിട്ട് ഒരു അടുക്കളയിൽ ഒരു പെൺകുഞ്ഞ് ചെയ്യാനുള്ള സകല കാര്യങ്ങൾ അണ്ണാന കുഞ്ഞിന് തന്നാലായതുപോലെ അവളെ പഠിപ്പിച്ച് ഒരു ഉത്തമ ഭാര്യ ആക്കിയിട്ട് വേണം നിന്റെ മകളെ മറ്റൊരുത്തിന് കൈപിടിച്ചു കൊടുക്കാൻ. അവക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് നീ വളർത്തി ഒരു കറി പോലും വെക്കാൻ അറിയാത്ത സാധനങ്ങളായിപ്പോൾ ഉള്ളതല്ല. വെട്ടി വിഴുങ്ങാൻ 6 നേരം വെട്ടി വിഴുകും, പക്ഷെ ഒരു സാധനം കൈകൊണ്ട് ചെയ്യത്തില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ കൗൺസിലിങ്ങിൽ വരുന്ന കേസ് കെട്ടും വെച്ചോണ്ടാണ് ഞാനീ സംസാരിക്കണേ. ഭയങ്കര വിദ്യാഭ്യാസമാണ്, പക്ഷെ അടുക്കള കണ്ടിട്ടേ ഇല്ല. ടപ്പിയൊക്കെ എന്താ കപ്പ, അത് പൊളിക്കാൻ പോലും അറിയാത്ത സാധനങ്ങൾ. അതാരെങ്കിലുമൊക്കെ പൊളിച്ച് വേവിച്ച് ഇങ്ങനെ ഉടച്ച് വെച്ച് തിന്ന കയ്യിൽ നക്കി പോകാനായിട്ടും മിടുക്കികളാണ്. നിന്റെ മകളെ ചെമ്മീൻ കിള്ളാൻ പഠിപ്പിക്കണം, മത്തി വെട്ടാൻ പഠിപ്പിക്കണം, അയില വെട്ടാൻ പഠിപ്പിക്കണം. ഇത്തിരി മണമൊക്കെ ഉണ്ടായിട്ടെ. മണോ അയ്യടാ, വെട്ടി വിഴുങ്ങാൻ ഒരു മണവുമില്ല. ആ കുഞ്ഞിനെ അതേപോലെ ഒരു ഗുണമില്ലാത്ത മകളാക്കി വളർത്തിയ നിങ്ങൾ വേണം കുറുപടിക്കടിക്കാൻ. വളർത്തു ദോഷമെന്ന് പറയും. സ്തോത്രം. ആ കെട്ടിയവനാണെങ്കിൽ വിവാഹം കഴിച്ചൊരു പെണ്ണ് വന്നൊരു ഇത്തിരി വായിക്ക് രുചിയുള്ളൊരു കറി വെച്ച് തരുമെന്നുള്ള ഉദ്ദേശത്തോടെ കെട്ടിയത്. എടാ ചക്കരെ, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് അടിക്കാടാ. അവൻ പുറത്തുനിന്ന് ഫുഡടിച്ചടിച്ചടിച്ച് അവൻ്റെ വയറ് ഒരു വഴിയായി. അപ്പോഴത്തേ അടുത്തത് കയറി വന്നിരിക്കണം. എടാ എനിക്ക് ഇവിടുത്തെ ബർഗർ തിന്നണോടാ. അവനാണെങ്കിൽ ഉണക്ക റൊട്ടി കടിച്ചന് ഇങ്ങനെ ഇരുന്ന് ഇവള് വന്ന് ആ ബർഗർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആന വാവ് പൊളിക്കണ പോലെ പൊളിച്ചിട്ട് വേണം തിന്നാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിന്റെ മകളെ 1 വർഷം നിന്റെ അടുക്കളയെ നിർത്തി ഒരു കുടുംബം എങ്ങനെ പരിപാലിക്കണമെന്നുള്ള വിവരവും വിദ്യാഭ്യാസം കൊടുത്തിട്ട് വേണം അതിനെ കെട്ടിക്കാൻ. നീ പഠിപ്പിക്കുക മകളെ. നമ്മൾ പെണ്ണിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരുഷനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അറിയാവോ? അത് ആ മാന്യത നിങ്ങൾ മനസ്സിലാക്കണം. അത് നിന്റെ കുഞ്ഞിനെ കൊണ്ടാണോ ആ ഗുണം? കൈപ്പുണ്യം എന്നൊക്കെ പറയും. സ്തോത്രം. മകളെ, നമ്മൾ പെണ്ണാണ് കുടുംബത്തിൻ്റെ കെടാവിളക്ക്. നീ ഇവിടെ കാണിക്കുന്ന സർക്കസ് ഒന്നും നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കാണിക്കരുത്. പഴയ അമ്മച്ചിമാർ കൊടുക്കുന്ന ഉപദേശം കേട്ടാ. ഇപ്പോഴത്തെ ഈ ഇരിക്കുന്ന സൊസൈറ്റി ലേഡിയൊക്കെ കൊടുക്കുന്ന ഉപദേശം, എടി ഇങ്ങ് വാ, നീ ഇവിടെ വാ. എന്താ? അതായത് നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം ആദ്യം നിന്റെ അമ്മായിയമ്മയെ ഒതുക്കണം. പിന്നെ നിന്റെ ഭർത്താവ് പറയണ എല്ലാ കാര്യത്തിനും വിട്ടുകൊടുക്കരുത്. ഒരു പിടുത്തം നിന്റെ
കയ്യിലും ഉണ്ടായിരിക്കണം. ഈ മസിൽ പിടുത്തത്തോടു കൂടിയാ ഈ മകള് കെട്ടിവലിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. കിട്ടിയ ഉപദേശം ഇതല്ലേ? നിന്റെ മകളെ ഉണ്ടല്ലോ കൊമ്പിയായിട്ട് വളർത്തരുത്, അവളെ പെണ്ണായിട്ട് വളർത്തണം. ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരങ്ങളെയും മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ച് സ്നേഹിച്ച് ഒരു ഉത്തമ ഭാര്യയായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് മകളെ പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ എവിടെ പോവുക? അതെ, മകളുടെ കൂടെ ഒന്ന് നിൽക്കാൻ പോവുക. എന്നാ? അവൾക്ക് കറിയൊന്നും വെക്കാമെന്ന് അറിയില്ല നീ. അപ്പം ഞാൻ പോയ 1 മാസം നിന്ന് കഴിഞ്ഞാൽ അവളെ എല്ലാം പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരാം. നിന്റെ വീട്ടിൽ കിടന്നല്ലേ ഇവള് വളർന്നു? ദൈവ കടാക്ഷം വേണം. അഹങ്കാരത്തോടെ, നിന്റെ കുടുംബത്തിലുള്ള അഹങ്കാരത്തോടെ വേറൊരു കുടുംബത്തിൽ നിന്റെ മകളെ വിടരുത്. വിട്ടാൽ ആ കുടുംബവും കലക്കും, നാട്ടുകാരുടെ കുടുംബവും കലക്കണം. അതുകൊണ്ട് എൻ്റെ പൊന്നു പാസ്റ്ററെ, ഈ വിവാഹ കാര്യത്തിൽ നിങ്ങൾ കൈയിടാൻ പോകരുത്. പെണ്ണിനെ അന്വേഷിച്ച് നിങ്ങൾ കൊടുക്കരുത്. അവസാനം നിങ്ങളുടെ തലേ പാസ്റ്റർ കൊണ്ടുപോയിക്കോന്ന് പറയും. അവസാനം പാസ്റ്റർ ചുമക്കണമായിട്ട് വരും. അത് ചെയ്യേണ്ടവൻ ചെയ്യണം. അത് ദൈവത്തിൻ്റെ കടാക്ഷം വേണം. ഏത് ജീവിതത്തിൻ്റെ മണ്ഡലത്തിലും വിജയിക്കാൻ ദൈവ കടാക്ഷം വേണം. അല്ലെ ലോകം തരുന്ന ബുദ്ധിയും കൊണ്ട് ഒരു കുടുംബ ജീവിതത്തിൽ പോയാൽ നിന്റെ ജീവിതം എപ്പോൾ കുളം തോണ്ടി നോക്കിയാൽ മതി.